ഞാൻ നഖം മുറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ കുറേ ആയി നഖമൊക്കെ ശ്രദ്ധിച്ചിട്ട്. ആ കല്യാണത്തിന് മുന്നേ ആണെങ്കിൽ എനിക്ക് എൻ്റെ ഓരോ കാര്യങ്ങൾ നോക്കി കിടക്കല്ലെങ്കിൽ ഇന്ന് പണി കൈമേൽ മൈലാഞ്ചി പോകുന്നതിന് മുന്നേ വേറെ മൈലാഞ്ചി ഇടുക, നഖമൊക്കെ നല്ല സുന്ദരിയായി കൊണ്ടടക്കുക, അങ്ങനത്തെ ഓരോ ഭ്രാന്ത് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. ഇപ്പം നഖം വളരുന്ന പോലും ഞാൻ അറിയണില്ല. അങ്ങനെ നഖം വെട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിയും കഴിഞ്ഞിട്ട് ചോറുണ്ണാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുളി കഴിഞ്ഞപ്പോൾ ഉറങ്ങാൻ ഭയങ്കരമായ ഒരു തൊരട്ടോ. സാധാ ചോറും ചിക്കൻ കറിയും അതുപോലെ തന്നെ ചീരൻ്റെ താളിച്ചതും. നിങ്ങളെ വീട്ടിൽ ചീരൻ്റെ ഇതുപോലെ താളിക്കലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങളെ വീട്ടിലൊരു ഫേവറേറ്റ് ഫുഡാണ്. എനിക്കിപ്പോൾ കുഴപ്പമില്ല, ഞാൻ കഴിക്കുകയും ചെയ്യും, എന്നാലും എനിക്ക് അതേ കണ്ടത് ഇഷ്ടമല്ല കേട്ടോ. ഇന്ന് ഞങ്ങൾക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ബാബുവിൻ്റെ ഡ്രസ്സ് സ്ഥിരം ഇടാണ്ടായിരുന്നു, ഇൻ്റെതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറേ ദിവസമായിട്ട് ബാബുവിൻ്റെ ഒന്ന് അയൺ ചെയ്യാതെ ഇട്ടിക്കാണ്. ഷൂട്ട് ഉള്ളതുകൊണ്ട് തന്നെ മൂക്കാകെ പണി തരുമെന്ന് പേടിച്ചിട്ട് എന്നോട് ബാബു പറഞ്ഞു ഒന്ന് ആവി പിടിക്കാൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആവി പിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും ബാബുവിൻ്റെ വാക്ക് മാനിച്ചെങ്ങാണ്ട് ഒന്ന് ആവി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെക്കൂടെ അധികം നേരം അതിന് മുന്നിൽ ഇരിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഈ വിക്സ് ആവി എന്നൊക്കെ പറഞ്ഞാൽ പറ്റാത്തൊരു സംഭവം കേട്ടോ ഇതിനെ സംബന്ധിച്ചിട്ട്.